ഹലോ, ഇന്ന് നമുക്ക് കുറച്ച് മുതിര അതൊന്ന് കറി വെച്ച് നോക്കാം. ഓക്കെ, അതിനായിട്ട് നമുക്ക് മുതിര ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് മുതിര ഫ്രൈ ചെയ്തതിന് ശേഷം നോക്കാം. അപ്പോൾ അതാ മുതിര ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലോട്ടെടുത്ത് കഴുകി വൃത്തിയാക്കി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാ ഇവിടെ ഞാനത് കഴുകി വാരി അതിന് ശേഷം ഞാൻ കുറച്ചൊരു 1.5 ഗ്ലാസ് വെള്ളത്തിൽ ഞാനത് വേവിക്കാനായിട്ട് അടുപ്പിലോട്ട് വയ്ക്കാൻ പോവുകയാണ്. അതിനുശേഷം കുറച്ച് വെളുത്തുള്ളി, ചുവന്നുള്ളി, കുറച്ച് തേങ്ങ കൂടി ഒരുമിച്ചൊന്ന് ഒതുക്കിയെടുക്കണം. നമ്മളിവിടെ മുളക് പൊടി ഇടുന്നില്ല, പകരം ഇതുപോലെ പച്ച കാന്താരി മുളക് ഉണങ്ങിയതാണ് ഇടുന്നത്. അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ മുളകും അതുപോലെ തന്നെ തേങ്ങയും പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി, ചുവന്നുള്ളി എല്ലാം കൂടി മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ച് ഒന്ന് ജസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ മുതിര തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കിതിനകത്തോട്ടേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഓക്കെ, നമുക്ക് ആ ഉപ്പൊന്ന് ഇളക്കി യോജിപ്പിക്കാം. മുതിര കുറച്ച് സമയം എടുക്കും വേവാനായിട്ട്, വെന്തിട്ടില്ല. ജസ്റ്റ് വേവുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കത് വേവാൻ വേണ്ടി ഒന്ന് ഇനി നമുക്ക് നമ്മുടെ മുതിരയിലെ വെള്ളമൊക്കെ വറ്റി ഒന്ന് നോക്കാം. വാവ്, അപ്പോൾ അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി തുടങ്ങി. കുറച്ചും കൂടി ഉണ്ട്. നമുക്കപ്പം അതും കൂടി ഒന്ന് വറ്റാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു 3/4 ഭാഗവും വെള്ളം വറ്റി കഴിഞ്ഞു. ഒരല്പം വെള്ളം ബാക്കിയുണ്ട്. അത് നമുക്ക് അവിടെ അങ്ങനെ വയ്ക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഇത് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുളകും പച്ചമുളക് അതുപോലെ തന്നെ വെളുത്തുള്ളി, ചുവന്നുള്ളി, പിന്നെ കറിവേപ്പില ഇതെല്ലാം കുറച്ച് ഉപ്പും ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ ഞാനിത് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഞാനൊരല്പം ഉപ്പ് ഞാനിപ്പോൾ ഇട്ടു. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴരാനുള്ള വെളിച്ചെണ്ണ മാത്രം മതി, ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും വേണ്ട. അത് ആ ചട്ടിയൊക്കെ ചൂടായി നമ്മുടെ മുളകൊക്കെ ഒന്ന് വഴലാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്കൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സാക്കാം. നമ്മളിവിടെ മുളക് പൊടി ഉപയോഗിക്കുന്നില്ല, കാരണം നമ്മൾ ഈ കാന്താരി മുളക് ഇട്ടതുകൊണ്ട് നമുക്ക് മുളകിൻ്റെ ആവശ്യമില്ല, മുളക് പൊടിയുടെ ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ മുതിര ഉണ്ടല്ലോ,
ഇത് നമുക്ക് അതിനകത്തോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്ന് മിക്സ് ആക്കാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. അപ്പം ഞാൻ എന്താ മിക്സ് ചെയ്തു. തേങ്ങ നന്നായി ഉപയോഗിക്കണം എന്നുള്ളവർക്ക് തേങ്ങ നന്നായിട്ടിടാം, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് 2-3 സെക്കൻഡ് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ മുതിരക്കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ചു നോക്കാം. അപ്പോൾ അതേ ഞാൻ കഞ്ഞി കുടിക്കാൻ പോവാം. ഇനി കഴിച്ച് കഴിഞ്ഞിട്ട് ടേസ്റ്റൊക്കെ ചെയ്ത് പിന്നെ പറയാം. ഓക്കെ, ബൈ ബൈ. അപ്പോൾ അതേ കഴിച്ച് നോക്കിയിട്ട് പറയാം. നമ്മുടെ മുതിര ഒലത്തിയതും കുറച്ച് ചമ്പഴങ്ങ അച്ചാറും ഇച്ചിരി മോരും ഒഴിച്ചിട്ട് കഞ്ഞി എങ്ങനെയുണ്ട്? വാവ്, സൂപ്പർ, അടിപൊളി.